വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബേബി കരിയർ ആണ്. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞിനെ ഒരുപാട് നേരം ഇങ്ങനെ ഹിപ്പിലെടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ഞാൻ അടുത്തുള്ള മോൾസിലോ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ ഞാൻ കൂടെ കരുതാറുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതിനെപ്പറ്റി കൂടുതൽ കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. അപ്പോൾ ആ ബേബി കരിയർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലവ് ലാപ്പിൻ്റെ 4-in-1 കൺവേർട്ടബിൾ റോയൽ ഹിപ്പ് സീറ്റ് ബേബി കരിയർ. ഇത് ഒരു പ്രീമിയം ഫാബ്രിക്കോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ബ്രീത്തബിൾ മെഷ് കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടിയുടെ സ്കിന്നിന് ഒരു ഇറിറ്റേഷനോ ഒന്നും വരാതിരിക്കാനാണ് ഈ ബ്രീത്തബിൾ മെഷ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്പ് ആണെങ്കിലും വേസ്റ്റ് ബെൽറ്റ് ആണെങ്കിലും ബാക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സുപ്പീരിയർ പാഡിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാഡിംഗ് പാരൻസ് നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബേബിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹിപ്പ് സീറ്റർ ബാക്കിൽ നമുക്ക് കെട്ടാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബക്കിളൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും രണ്ട് സൈഡിൽ വെബിംഗ് സ്ട്രാപ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പാരൻസിൻ്റെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേബിയെ ക്യാരി ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയുടെ സേഫ്റ്റി കൂടെ എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഷോൾഡർ സ്ട്രാപ്പും അതിനുള്ള ബക്കിൾസും എല്ലാം വളരെ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ ഇരുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഹിപ്പ് സീറ്ററിൽ നമുക്ക് 2 കോട്ടൺ ബിബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടിയുടെ ഹൈജീന് വേണ്ടിയിട്ടാണ്. അത് 2 ഷോൾഡർ സ്ട്രാപ്പിലായിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതാണ് ലവ് ലാപ്പിന്റെ 4-in-1 കൺവേർട്ടബിൾ റോയൽ ഹിപ്പ് സീറ്റർ. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ 4 രീതിയിൽ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഡോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഇപ്പൊ നമ്മൾ കുഞ്ഞു ബേബി ആയിരിക്കുമ്പോൾ നമ്മൾ അതിന് ഇൻവേർട്ട് ഫേസിംഗ് സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുക. കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ കുഞ്ഞിന് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റൈലില് കുട്ടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന സ്റ്റൈലാണിത്. നമുക്ക് ഇൻവേർട്ട് ഫേസിംഗ് ആയിട്ട് കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇതാണ് ഇൻവേർട്ട് ഫേസിംഗ് സ്റ്റൈൽ. ഈ ഔട്ട്വേർഡ് ഫേസിംഗ് സ്റ്റൈൽ ആകുമ്പോഴത്തേക്കും ബേബിയെ നമുക്ക് തിരിച്ച് ഫേസ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ഇരുത്ത്. ഔട്ട്വേർഡ് ഫേസിംഗ് സ്റ്റൈൽ ആകുമ്പോൾ ഇതുപോലെ ബേബി നമുക്ക് ഈ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എത്രയാണെന്ന് വെച്ചാൽ ഈ സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഔട്ട്വേർഡ് ഫേസിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേബി ഇങ്ങനെ ഔട്ട്വേർഡ് ഫേസ് ആയിട്ടിരിക്കും. വാമ ഇവിടുന്ന് ചിരിക്കുക. ഔട്ട്വേർഡ് ഫേസിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇൻവേർട്ട് ഫേസിംഗ് സ്റ്റൈലും ഔട്ട്വേർഡ് ഫേസിംഗ് സ്റ്റൈൽ. അതായത് ഇതൊരു കുഞ്ഞു കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും ഈ ഒരു സ്റ്റൈലിൽ. ഈ നമുക്ക് കുറച്ചുകൂടി വലുതായ കുട്ടികൾ, അതായത് നമ്മളിപ്പോൾ കുറേ ഒരു വയസ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് 1 വയസ്സ് 1.5 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുട്ടിയുടെ വെയിറ്റ് ഒക്കെ ബിയർ ചെയ്യാൻ അധികം സ്ട്രെയിൻ ഹിപ്പിന് കൊടുക്കേണ്ടി വരും. നമുക്ക് ബാക്കും സ്ട്രെയിൻ ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഇതൊരു ഹിപ്പ് സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് വാഹനം ഇപ്പോഴും പുറത്തുകൊണ്ട് പോകുമ്പോൾ കുറെ നേരം നടക്കുമ്പോഴത്തേക്കും എടുക്കണം എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഹിപ്പ് സീറ്റർ എന്ന് പറയുന്നത്. അത് കണ്ടിട്ടാണ് കുറെ പേര് എൻ്റെ അടുത്ത് ഇതിനെ പറ്റി ചോദിച്ചത് കേട്ടോ, ഇതെന്തോ ഈ സംഭവം. അപ്പോഴാണ് എനിക്ക് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഞാനിതൊരു ഹിപ്പ് സീറ്റർ കൺവേർട്ട് ചെയ്ത് കാണിച്ചത്. അപ്പൊ നമുക്ക് ഹിപ്പ് സീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കരിയറിന്റെ ആവശ്യമില്ല, ഈ കരിയർ സാധനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു സീറ്റിംഗ് ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് ഇവിടെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇത് മാറ്റാം. നമുക്ക് ഈസി ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് ഇനി ഇൻവേർട്ട് ഫേസിംഗ് ആയിട്ടും ഔട്ട്വേർഡ് ഫേസിംഗ് ഹിപ്പ് സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ നമ്മളെ ക്യാരി ചെയ്യുമ്പോൾ ഹിപ്പ് സീറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചില്ല. മാമിക്കമ്മ
അപ്പൊ ഇത് ഈസി ആയിട്ടുണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് അവർക്ക് ഇരിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതാണ് ഇൻവേർട്ട് ഫേസിങ്. ഇനി ഔട്ട്വേർഡ് ഫേസിങ് ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് തിരിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാം അല്ലേ? യെസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം. അതുപോലെ സൈഡിലോട്ട് തിരിച്ചിട്ട് ക്യാരിയും ചെയ്യാം കുട്ടികളെ. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. ഈ ഒരു പൊസിഷനാണ് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇതിന് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നത്. മോൾസിലൊക്കെ പോകുമ്പോൾ ഈ ഹിപ് സീറ്ററിൽ തന്നെ അവര് പൗച്ചൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോണോ വേറെ എന്തെങ്കിലും ക്യാരി ചെയ്യാൻ പൗച്ച്. അപ്പൊ ഈ ഒരു ലവ് ലാപ്പിന്റെ റോയൽ ഹിപ് സീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾക്ക് ബേബീസിനെയോ യങ് ചിൽഡ്രൻസിനെയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിലും ഒക്കെ കൊടുക്കുന്ന ആ ഒരു സ്ട്രെയിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ബാക്കിൽ കൊടുക്കുന്ന സ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ആ വേസ്റ്റിൽ കൊടുക്കാൻ പറ്റും. അതാകുമ്പോൾ നമ്മൾക്ക് ബാക്കിലെ പൊസിഷനിങ്ങോ പിന്നെ സ്ട്രെയിനോ ഒക്കെ നമ്മൾക്ക് അനുഭവപ്പെടാതെ വളരെ ഈസി ആയിട്ട് കുട്ടികളെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ലവ് ലാപ്പിന്റെ ഈ ഒരു ഹിപ് സീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞു പ്രായം തൊട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടി ഗ്രോ ചെയ്യുമ്പോഴും നമ്മൾക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ ബൈ.